ഈ വർഷം ജൂണിൽ നികുതി വരുമാനം 8,324 കോടി രൂപ. കഴിഞ്ഞ വർഷം ജൂണിൽ ലഭിച്ചത് 11,620 കോടി രൂപ. കുറവ് 3,296 കോടി രൂപ. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറയുക എന്നാൽ മുന്നോട്ടുള്ള മാർഗം തന്നെ അടയുക എന്നാണ് അർത്ഥം. അങ്ങനെ നികുതി വരുമാനം കുറയുന്നത് എന്തുകൊണ്ടാണ്? കച്ചവടം നടന്നാലേ നികുതി പിരിക്കാൻ വ്യാപാരികൾക്ക് കഴിയൂ. വലിയ തോതിൽ മാന്ദ്യമുണ്ടെങ്കിൽ മാത്രമാണ് 3,296 കോടിയൊക്കെ ഒരു മാസം കുറയുന്നത്. നാട് ഏറ്റവും കഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒന്നുകിൽ ജനം പൈസ ഇറക്കാതെ സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ചെലവാക്കാൻ ജനത്തിന്റെ കയ്യിൽ പണമില്ല. ജനം സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഭയന്നുള്ള കരുതലാകും. വലിയ ഇടിവ് വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാണ് അർത്ഥം. എന്നാൽ ജനത്തിന്റെ കയ്യിൽ പൈസ ഇല്ലാതായതാണെങ്കിൽ കഥ മാറുകയാണ്. മൊത്തം നികുതി വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു മാസത്തെ കുറവ് കൊണ്ട് മാന്ദ്യം എന്ന് പറയാൻ കഴിയില്ല. ഇനം തിരിച്ച് വരുമാനമെടുക്കാം. GST, അതാണ് നികുതി വരുമാനത്തിന്റെ ചങ്ക്. 2024 ജൂൺ വരെ അഥവാ ആദ്യത്തെ 3 മാസം കിട്ടിയത് നോക്കാം. 10,126 കോടി രൂപ. ഇനി 2025 ജൂൺ വരെ കിട്ടിയ GST 9,378 കോടി രൂപ. 1000 കോടി രൂപയ്ക്കടുത്താണ് GST വരുമാനത്തിലുണ്ടായ കുറവ്. ഇനി സ്ഥലക്കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ആദ്യത്തെ 3 മാസം സ്റ്റാമ്പ് ഡ്യൂട്ടിയായി കിട്ടിയത് 1,407 കോടി 35 ലക്ഷം രൂപ. ഈ വർഷം 1,500 കോടി 77 ലക്ഷം രൂപ. കഷ്ടി 93 കോടി രൂപയുടെ മാത്രം വർധന. അതാണെങ്കിൽ രജിസ്ട്രേഷൻ നിരക്കിലെ വർധന പരിഗണിക്കുമ്പോൾ ഒന്നുമില്ലതാനും. ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിന്റെ കാൽഭാഗം പിന്നിട്ടു കഴിഞ്ഞു. അപ്പോഴും സ്റ്റാമ്പ് വരുമാനം 20% മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം വ്യക്തമാണ്. സ്ഥലക്കച്ചവടവും വീട് വാങ്ങുന്നതും വളരെ കുറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മാന്ദ്യത്തിന്റെ അർത്ഥം നിർമ്മാണ മേഖലയുടെ സമ്പൂർണ്ണ മാന്ദ്യം എന്നാണ്.